Welcome back to Nexa PNC Consultant, India's first independent paints and coating consultant who can provide you the best system recommendations and specifications for your painting projects. Myself, Rajin Gangadharan. മുൻ വർഷങ്ങളിൽ സ്പോർട്ട് ഫ്ലോറിംഗ് എന്നുള്ളത് ഒരു പ്രീമിയം എലമെൻ്റായി മാത്രം കൺസിഡർ ചെയ്തിരുന്നുവെങ്കിൽ ഇക്കാലത്ത് ഒട്ടുമിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും അക്കാഡമീസും അത് അവരുടെ ബേസിക് എലമെൻസിൽ അല്ലെങ്കിൽ ബേസിക് ആമിനിറ്റീസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. പെർഫെക്റ്റ് സ്പോർട്ട് ഫ്ലോർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ വി ക്യാൻ പ്രിപ്പയർ എ ബെറ്റർ സ്പോർട്ട് ഫ്ലോർ ഇൻ യുവർ പ്രിമൈസ്. സാധാരണയായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ അക്കാഡമി ഒരു സ്പോർട്ട് ഫ്ലോർ പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ പീരിയോഡിക് മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഒരു ന്യൂ കൺസ്ട്രക്ഷൻ സ്റ്റേജ് വരുമ്പോഴാണ്. ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ആ സെയിം കോൺട്രാക്ടറെ കൊണ്ട് തന്നെ ഒരു സ്പോർട്ട് ഫ്ലോർ കൂടി പ്രിപ്പയർ ചെയ്യുകയും ഒരു കോട്ടിംഗ് സിസ്റ്റം റെക്കമെൻഡേഷൻ ആവശ്യപ്പെടുകയാണ് സാധാരണയായി നടക്കാറുള്ളത്. ഇവിടെ വരാൻ സാധ്യതയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒരു കോൺട്രാക്ടർ or building contractor, he may be specialized in constructing building or other structures or may not specialized in preparing a sport floor. സ്പോർട്ട് ഫ്ലോറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫാക്ടേഴ്സാണ് ഫ്ലോർ സ്മൂത്ത്നെസ്സും അതേപോലെ ഫ്ലോർ ലെവലിങ്ങും. ഫ്ലോർ ലെവലിങ്ങും ഫ്ലോർ സ്മൂത്ത്നെസ്സും നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ, ആ സ്പെസിഫൈഡ് കോൺട്രാക്ടറിനെ കൊണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നമ്മളൊരു പെയിൻറ്റിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് സ്പെസിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി ആ ഫ്ലോർ അതൊരു റീലെവലിംഗ് അല്ലെങ്കിൽ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് ചിലപ്പോൾ മെഷീനറി വെച്ച് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു റീപ്ലാസ്റ്ററിങ് തന്നെ വേണ്ടി വന്നേക്കാം. ഹൗ വി ക്യാൻ അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്? നെക്സ ആസ് എ പെയിൻറ്റ്സ് ആൻഡ് കോട്ടിംഗ് കൺസൾട്ടൻറ്റ് ഒരു പെയിൻറ്റിംഗ് സിസ്റ്റം റെക്കമെൻഡ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, വി ആർ റെസ്പോൺസിബിൾ ഫോർ ദി കംപ്ലീഷൻ ഓഫ് യുവർ പ്രൊജക്റ്റ് ഇൻ എ ബെറ്റർ വേ. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ സ്പോർട്ട് ഫ്ലോറിംഗ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ അക്കാഡമീസിലോ ഒരു ബെറ്റർ സ്പോർട്ട് ഫ്ലോറിംഗ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, യു ക്യാൻ കോൺടാക്ട് us through below mail and contact numbers. And we have some teams who are associated with us. They are very much experienced in constructing sport floors. 200-ലധികം സ്പോർട്ട് ഫ്ലോർ ഞങ്ങളുടെ ടീം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിലേറെ കോർട്ടുകൾ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ ബേസ്ഡ് പെയിൻ്റ് ആവാം, സിന്തറ്റിക് മെറ്റീരിയൽസ് ആവാം, റബ്ബറൈസ്ഡ് ഓർ കുഷൻ ടൈപ്പ് ആവാം. ഓരോ കോട്ടിംഗ് സിസ്റ്റത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് കോസ്റ്റ് മെത്തേഡ്സും അപ്ലിക്കബിൾ ആണ്. എല്ലാ സ്പോർട്സിനും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് പാരാമീറ്റേഴ്സ് സ്പോർട്ട് കൗൺസിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രകാരമുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. വാട്ടർ ബേസ്ഡ് കോട്ടിങ്സിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്നോസം പെയിൻറ്റ്സിൻ്റെ സാൻഡെക്സ് മാറ്റ് എന്നുള്ള പ്രോഡക്റ്റ് ആണ്. സാൻഡെക്സ് മാറ്റ് ഈസ് എ വെരി വെൽ പ്രൂവൺ പ്രോഡക്റ്റ് ആൻഡ് ദി പ്രോഡക്റ്റ് ഈസ് ഇൻ ഇന്ത്യ സിൻസ് ഡിക്കേഡ്സ്. സാൻഡെക്സ് മാറ്റ് ഒരു സാധാരണ അക്രിലിക് എമൽഷൻ അല്ല. ഇറ്റ് ഹാവിങ് ആഡഡ് അഗ്രിഗേറ്റ്സ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ഇൻഡോഴ്സ് ആൻഡ് ഔട്ട്ഡോഴ്സ്. ഒരു എപ്പോക്സി സിസ്റ്റം നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഇൻ ഇൻഡോഴ്സ്. എപ്പോക്സി ഒരിക്കലും സൺലൈറ്റ് അല്ലെങ്കിൽ യു വി റേസ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് വിൽ ഗെറ്റ് സ്റ്റോക്ക്. ദി കോട്ട് ഔട്ട്ഡോർ ആണ് വരുന്നതെങ്കിൽ വി ആർ റെക്കമെൻഡിങ് PU ടോപ്പ് കോട്ട്സ് ഓവർ ദി എപ്പോക്സി കോട്ടിങ്സ്. PU ടോപ്പ് കോട്ട്സ് പ്രൊവൈഡ്സ് ബെറ്റർ അബ്രേഷൻ റെസിസ്റ്റൻസ് ആൻഡ് ബെറ്റർ കളർ റിട്ടൻഷൻ ആൻഡ് ബെറ്റർ ലൈഫ്. ഒരു പ്രീമിയം സ്പെസിഫിക്കേഷൻ റിക്വയർമെൻറ്റ് വരുമ്പോൾ എപ്പോഴും അതൊരു എപ്പോക്സി PU കോമ്പിനേഷൻ ഓഫ് കോട്ടിംഗ് ആയിരിക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഫ്ലോർ വളരെയധികം സ്മൂത്തായി കഴിഞ്ഞാൽ ഇറ്റ് മേ ഹാവിങ് സ്ലിപ്പറി നേച്ചർ ആൻഡ് ദി പ്ലെയേഴ്സ് മേ ഫെൽ ഡൗൺ ആൻഡ് ഗെറ്റ് ഇഞ്ചേർഡ്. ഈ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്രിഗേറ്റ്സ് എപ്പോക്സി ആണെങ്കിലും PU ആണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നത്. സിന്തറ്റിക് ഫ്ലോർസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 8 to 9 ലെയേഴ്സ് ഓഫ് കോട്ടിങ്സ് ആ ഒരു സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ ഏത് സിസ്റ്റമാണ് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എന്ന്
ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഏത് സ്പെസിഫിക്കേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്, അതുപോലെ ഏത് ബജറ്റിലാണ് നമ്മൾ നമ്മളുടെ കോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും. ഏറ്റവും എക്കണോമിക് ആയുള്ള കോട്ടിംഗ് തീർച്ചയായിട്ടും വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സാൻഡെക്സ് മാറ്റ് കോട്ടിങ്സ് ആണ്. ഒരു ബെറ്റർ ഫ്ലോർ കോട്ടിംഗ് സ്പെസിഫിക്കേഷൻ മിനിമം ഹാവിങ് 4 to 5 layers in the coating specification. ഒരു റീപെയിന്റിങ് സ്റ്റേജ് വരുമ്പോൾ ഏത് സിസ്റ്റമാണോ ഇതിന് മുന്നേ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിനെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കണം നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. ഫ്ലോർ കോട്ടിംഗ് എന്നുള്ളത് ഒരു വളരെ ബൃഹത്തായ പെയിന്റിംഗ് മേഖലയാണ്. സ്പോട്ട് ഫ്ലോർ കോട്ടിംഗ് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നിങ്ങളൊരു വോളിബോൾ കോർട്ട് അല്ലെങ്കിൽ ബാസ്കറ്റ്ബോൾ കോർട്ട് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട്, അതുമല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൺ കോർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ you can please contact us through below email and contact number, and Nexa can provide you the better systems and better specifications and better team for constructing a better floor. Thank you for watching and keep supporting our channel for further updates.